50,000 രൂപ ശമ്പളം, പക്ഷേ ലോൺ അടവ് 55,000 രൂപ. ഈ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോ. അപ്പോൾ അതേ അവസ്ഥയിലെത്തിയ രാമുവിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ രാമു എന്ന് പറയുമ്പോൾ നമുക്ക് രാമുവിൻ്റെ കഥ ഒന്ന് കേട്ട് നോക്കാം. രാമു എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രിയൊക്കെ എടുത്ത് അത്യാവശ്യം ഒരു നല്ല കമ്പനി തന്നെ ജോലിക്ക് കയറിയ ആളാണ് കേട്ടോ. ഒരു മിഡിൽ ക്ലാസ് നമുക്ക് പറയാനായിട്ടില്ല, എങ്കിലും ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ല, എന്നാൽ മിഡിൽ ക്ലാസ്സും അല്ല, രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ വസ്ത്രം മേടിക്കാനുള്ള പൈസയുണ്ട്, പക്ഷെ ഒരു നല്ല വീടില്ല കേട്ടോ. അപ്പോൾ രാമുവിന് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു കമ്പനി ജോലി കിട്ടി. 15,000 രൂപയിലാണ് രാമു ജോലിക്ക് കയറിയത്. അങ്ങനെ കുറച്ച് വർഷം ജോലി ചെയ്തു. ഒരു 6 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ 6 വർഷം എക്സ്പീരിയൻസ് ആയപ്പോൾ തന്നെ പുള്ളിക്ക് ഒരു 50,000 രൂപ സാലറിയിലേക്കൊക്കെ എത്തി കേട്ടോ. അപ്പോൾ അതുവരെ ജീവിതമൊക്കെ ഇങ്ങനെ പച്ചപിടിച്ച് ഒരു മിഡിൽ ക്ലാസ് ലെവലിലേക്ക് പുള്ളിക്കാരൻ എത്തി എന്നുള്ളതാണ്. പുള്ളിക്കാരൻ്റെ കുടുംബവും. അപ്പോൾ ഈ രാമുവിന് ഒരു സഹോദരിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഓക്കെ, ഇപ്പം ഇതാണ് രാമുവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രാമുവിൻ്റെ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 50,000 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ കയ്യിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ 50,000 രൂപയ്ക്കകത്ത് പുള്ളിയുടെ ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഒരു 45,000 രൂപ നെറ്റ് സാലറി ആയിട്ട് പുള്ളിക്ക് കയ്യിൽ കിട്ടും. ഓക്കെ, അപ്പോഴാണ് പുള്ളി വിചാരിച്ചത്, ഇപ്പോൾ എനിക്ക് വീടൊന്നും ഇല്ല, എന്നാൽ പിന്നെ ഒരു നല്ല വീട് വെക്കാം അല്ലേ, അതൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ രാമു ഒരു ലോണൊക്കെ അപ്ലൈ ചെയ്തു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ഓടി നരകിച്ച് എന്തായാലും അവസാനം ലോൺ പാസ്സായി കിട്ടി കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെയാണ് പുള്ളിക്ക് ഈ ഒരു ലോൺ കിട്ടിയത്. അപ്പോൾ ആ ഒരു ലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ കാലയളവിലേക്കുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ EMI എന്ന് പറഞ്ഞാൽ എത്ര രൂപയെന്നറിയോ? 15,000 രൂപയാണ്, 15 ലക്ഷം രൂപയാണ് പുള്ളിക്കാരൻ ലോൺ എടുത്തത് കേട്ടോ. 8% പലിശയാണ് ആ ഒരു ലോണിന് വന്നത്. അപ്പോഴേ നമ്മുടെ രാമുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, രാമു ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും വിചാരിച്ചു എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു നോളജ് പുള്ളിക്കില്ല. പുള്ളി വിചാരിച്ചു എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരു SIP സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഒരു 4,000 രൂപ തൻ്റെ ശമ്പളത്തിൽ നിന്ന് SIP ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം ലോണും എടുത്തു, പിന്നെ ഈ ഒരു SIP ഉണ്ട്. അപ്പോൾ 19,000 രൂപയാണ് പുള്ളിയുടെ ഈ ഒരു 45,000 നെറ്റ് സാലറിയിൽ നിന്ന് ഇങ്ങനെ കട്ടായിക്കൊണ്ട് മാസം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. പിന്നെയും കുറേ പൈസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി അത്യാവശ്യം നല്ല സമാധാനപരമായിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാമുവിന് ഒരു ആഗ്രഹം തോന്നിയത്. കാര്യം യൂട്യൂബിലൊക്കെ ഒരുപാട് യൂട്യൂബ് സെലിബ്രിറ്റീസൊക്കെ അവർ പുതിയ കാറുകൾ എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുവാണ്. പുള്ളിക്കാരൻ വിചാരിച്ചു, എനിക്ക് എന്തായാലും എൻ്റെ മറ്റ് ഈ ഒരു ലോൺ EMIയും ബാക്കി ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര രൂപ എൻ്റെ കയ്യിലുണ്ട്, എന്നാൽ പിന്നെ ഒരു കാറും കൂടെ അങ്ങോട്ട് എടുത്താലോ. കാറെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല, പുള്ളിയുടെ ഒരു ആഗ്രഹമാണ്. അതായത് എന്തായാലും ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ, ഒരു കാറെങ്കിലും എടുക്കണ്ട, ഇത്രയും പൈസ എന്തായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ ഒരു കാറും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഈ കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 7 വർഷത്തേക്കാണ് പുള്ളിക്കാരൻ ലോൺ എടുത്തത്. അതും ലോണാണ്, അല്ലാതെ ഒറ്റയടിക്ക് പൈസ മുടക്കി കാർ എടുക്കാനുള്ള സാമ്പത്തിക പുള്ളിക്കില്ല. പുള്ളി ഒരു മിഡിൽ ക്ലാസ് നിൽക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ കാറിൻ്റെ EMI വന്നത് 10,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ രാമുവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ 45,000 രൂപ കൈ കിട്ടും. അതിനകത്ത് നിന്ന് ഈ EMI എല്ലാം കൂടെ കഴിഞ്ഞിട്ട് 29,000 രൂപയാണ് മൊത്തം EMI വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി 16,000 രൂപ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 16,000 രൂപ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് സിനിമ കാണാൻ, മാസത്തിൽ ഒരു 4-5 സിനിമ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പ് പോകാൻ പറ്റുന്നുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തുള്ള പുതിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന രാമുവിൻ്റെ ജീവിതമായിരുന്നു. ഓക്കെ, ആ സമയത്താണ് ഒരു ചെറിയൊരു എക്സ്പെൻസ് വീട്ടിൽ വന്നത്. അതായത് ഒരു ബന്ധുവിൻ്റെ കല്യാണം. അപ്പോൾ ഓൾറെഡി ആ ബന്ധുക്കാർ നമ്മുടെ രാമുവിൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ വീട്ടിലെ പെങ്കൊച്ചിൻ്റെ കല്യാണം വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാമുവിൻ്റെ കുടുംബത്തിനും ആ പൈസ തിരിച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ രാമുവിൻ്റെ അച്ഛൻ രാമനോട് പറയാണ്, മോനെ ഇച്ചിരി പൈസ ആവശ്യമുണ്ട്, മോനെ എവിടെ നിന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ. അപ്പോൾ രാമുവിൻ്റെ കയ്യിൽ ഈ മാസം കഴിഞ്ഞ് ഇത്ര എമൗണ്ടേ ഉള്ളൂ, അപ്പം ഇത്രയും ഒരു വലിയ എമൗണ്ട് കൊടുക്കാനായിട്ടില്ല. അപ്പോൾ രാമു എന്ത് ചെയ്തു, നമ്മുടെ പേഴ്സണൽ ലോൺ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അത്യാവശ്യം രാമു നല്ല സിബിൽ സ്കോറൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സണൽ ലോൺ ആപ്പുകളിൽ നിന്ന് ലോൺ കിട്ടും. അങ്ങനെ പുള്ളിക്ക് ഒരു 68,000 രൂപ ലോണ് പുള്ളിക്ക് അപ്ലൈ ആയിട്ട് കിട്ടി കേട്ടോ. ആ പുള്ളി നോക്കിയപ്പോൾ തന്നെ പുള്ളിയുടെ സിബിൽ ചെക്ക് ചെയ്തപ്പോൾ തന്നെ 68,000 രൂപ പുള്ളിക്ക് വന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചു, ഓക്കെ എന്നാൽ പിന്നെ ഈ പൈസ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ 11% അതിൻ്റെ പലിശ വരുന്നത്. 1 വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. അതിൻ്റെ EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള, അതായത് ഹോം ലോണ്, കാർ ലോണ്, SIP, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയ 6,000 രൂപ, അത്രയും കൂടെ ചേരുമ്പോഴത്തേക്കും മൊത്തം ലോൺ എമൗണ്ട് ഇപ്പോൾ അയക്കുന്നത് 35,000 രൂപയാണ് കേട്ടോ. അതായത് 45,000 രൂപ നെറ്റ് സാലറിയിൽ 35,000 രൂപ ലോണടവും SIPയും കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി പിന്നെ
10,000 രൂപ ഉള്ളായിരുന്നു കേട്ടോ. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഈ SIP എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ നല്ലൊരു എമൗണ്ട് ഇപ്പം രാമുവിൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുള്ളിക്കാരന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പ്രശ്നമല്ല, ഈ മിഡിൽ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുടെയും ഒരു കുഴപ്പമാണ്. അതായത് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങോട്ട് വലിക്കും. അപ്പോൾ ഈ രാമു എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മാസം അക്യുമുലേറ്റ് ആയ ആ ഒരു SIP എമൗണ്ട് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്ത് എടുക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സേവിങ്സ് ആയിട്ട് പുള്ളിക്ക് ഇത് വെക്കാൻ പറ്റത്തില്ല. പുള്ളി ഇതിനെ കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്കും ആ അക്യുമുലേറ്റ് ആയേക്കുന്ന ആ ഒരു എമൗണ്ട് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കുന്ന ഒരു ശീലമാണ് പുള്ളിക്കാരനുള്ളത് കേട്ടോ. പക്ഷേ എല്ലാ മാസവും ഇതിങ്ങനെ പോകുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഉള്ള റിമൈനിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 10,000 രൂപ മാത്രമാണ്. പക്ഷേ നമ്മുടെ രാമുവിനെ അത് അത്രയ്ക്ക് അങ്ങോട്ട് അഫക്റ്റ് ചെയ്തില്ല. കാര്യം പുള്ളി നോക്കുമ്പോൾ 10,000 രൂപ പിന്നെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. ആ സമയത്താണ് പുള്ളിക്ക് ഒരു പണി കിട്ടിയത്. പോകുന്ന വഴിക്ക് പുള്ളി 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്, ഓഫീസിലോട്ട് പോകുന്ന 2 വീലറാണ്. അപ്പോൾ ആ സമയത്താണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചങ്ങോട്ട് പോയി. പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിച്ചു പോകുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോൺ തെറിച്ച് പോയിട്ട് ഫോൺ ചിന്നി പോയി. അപ്പോൾ രാമു ഐഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് വേറൊരു ബ്രാൻഡിലേക്ക് മാറാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനത്തെ ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ തപ്പി നോക്കിയപ്പം അപ്പോൾ ആ സമയത്ത് ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡും ഉണ്ട്. പുള്ളി നോക്കിയപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ പുള്ളി എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ച് അങ്ങോട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 50,000 രൂപ മുടക്കിയിട്ട് പുള്ളി ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഒരു ഐഫോൺ അങ്ങോട്ട് വാങ്ങിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് പുള്ളി ആലോചിച്ചത്, ഓക്കെ ഞാനിപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ ഈ ഫോൺ എടുത്തു, പക്ഷേ ഇത് അടുത്ത മാസം ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കണമല്ലോ, അതിനെൻ്റെ കയ്യിൽ കാശില്ലല്ലോ. അപ്പോഴാണ് പുള്ളിക്ക് ആ ഒരു അബദ്ധം അങ്ങോട്ട് മനസ്സിലായത്. പുള്ളി നേരെ എന്തോ ചെയ്തു, ആ എമൗണ്ട് കൺവേർട്ട് ചെയ്ത് EMI ആക്കിയിട്ടുണ്ട്. അതൊരു 3 ഇയേഴ്സിലേക്ക് EMI കൺവേർട്ട് ചെയ്തു. അപ്പം ഈ കാലയളവ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും EMI എമൗണ്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി EMI എമൗണ്ട് കുറച്ചിട്ട് 3 വർഷത്തേക്കാക്കി. ഇപ്പോൾ 2,500 രൂപയാണ് അതിൻ്റെ EMI വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മൊത്തമുള്ള EMI നേരത്തെ ഉള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 35,000 രൂപയായിരുന്നു. അതിൻ്റെ കൂടെ ഈ 2,500 കൂടെ ചേർത്ത് മൊത്തം 37,500 രൂപയിലേക്ക് എത്തി. മാസം ലോണിൻ്റെ ചിലവ് മാത്രം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 7,500 രൂപയുള്ളൂ. അപ്പോഴത്തേക്ക് രാമുവിന് പതുക്കെ ടെൻഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരുവാണല്ലോ. ആ ഒരു ഭയം അങ്ങനെ പോയി ആ സമയത്തും എന്താണെന്നറിയില്ല, മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വീണ്ടും ഒരു എമർജൻസി വന്നു. പെട്ടെന്ന് ഒരു 70,000 രൂപയുടെ ആവശ്യം വീണ്ടും കുടുംബത്തിൽ വന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രാമ വീണ്ടും ആലോചിച്ച് എന്നാൽ പിന്നെ വീണ്ടും ലോൺ എടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് വീണ്ടും എത്തി. ഓക്കെ, അങ്ങനെ രാമു 65,000 രൂപ ലോണ് 1 വർഷ കാലാവധിയിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ EMI വന്നേക്കുന്നത് 6,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ചുരുക്കം നോക്കുകയാണെങ്കിൽ ഇപ്പം എമൗണ്ട് ഫുൾ എല്ലാം കൂടെ 37,500 രൂപ ഓൾറെഡി EMI ഉണ്ട്. അതിന് കൂടെ ഇപ്പോൾ ഈ 6,000 രൂപയും കൂടി EMI വന്ന് മൊത്തം 43,500 രൂപ EMI വന്നിട്ടുണ്ട് കേട്ടോ. നെറ്റ് സാലറി കിട്ടുന്നത് 45,000 രൂപയാണ്. പിന്നെ ഇപ്പോൾ ലോണെല്ലാം കൂടെ ചേർത്ത് 43,500 ആയി. ഓക്കെ, ഇനി നമുക്ക് രാമുവിൻ്റെ മറ്റ് ചിലവുകളും കൂടെ അറിയണ്ടേ. രാമു സ്വന്തം വീട്ടിൽ നിന്നാണ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അച്ഛൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമുവിന് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ പുള്ളി വരുന്നത് പുള്ളിയുടെ പെട്രോൾ പൈസയാണ്. ഡെയിലി ഓഫീസിൽ പോകേണ്ട ആ ഒരു പെട്രോൾ ചാർജ് ഉണ്ടല്ലോ, അത് പുള്ളിക്ക് ഒരു മാസം 3,000 രൂപ ചിലവുണ്ട്. അപ്പോൾ ഈ 43,500 ഈ 3,000 രൂപ കൂടെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും മൊത്തം 46,500 രൂപയായി. അതായത് 45,000 രൂപ മാത്രമാണ് ശമ്പളം. അതിനേക്കാളും 1,500 രൂപ കൂടുതൽ, 46,500 രൂപ ചിലവിലേക്ക് എത്തി. വരവ് കുറവും ചിലവ് കൂടുതലും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. -1,500 രാമുവിൻ്റെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാമുവിൻ്റെ ടെൻഷൻ കൂടിയിട്ട് പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതായത് ഇനി അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെ ആയിരിക്കും, പുള്ളി മൊത്തത്തിൽ ഡസ്പായി തകർന്നിരിക്കുകയാണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് രാമുവിനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 1,500 രൂപ മൈനസിലാന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരൻ അവസാനം എടുത്ത ലോണിനകത്ത് നിന്ന് കുറച്ച് പൈസ പുള്ളിയുടെ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് റോൾ ചെയ്താണ് പുള്ളി ഈ പെട്രോൾ അടിക്കുന്ന കാര്യം ഇങ്ങനെ മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പുള്ളിനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. അതായത് ഇതൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഒന്നുമല്ല, നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾ എങ്ങനെങ്കിലും ഈ ലോണിനകത്ത് നിന്ന് കരയ്ക്ക് അടുപ്പിക്കണമല്ലോ. അതായത് പുള്ളിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ കഷ്ടമാണ്. പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി. 50,000 രൂപ സാലറി മേടിക്കുന്ന ഒരാളാണ് രാമു. അപ്പോൾ ഈ രാമുവിന് ഇതിപ്പം എങ്ങനെ മുമ്പോട്ടേക്ക് ഇത് കൊണ്ടുപോകും, അങ്ങനത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രക്ഷിക്കാം. അപ്പോഴേ ഇപ്പം നമ്മൾ എന്താണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് ആ SIP അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ്, അതായത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 4,000 രൂപ SIP ഉണ്ടല്ലോ, അത് രാമുവിന് സേവ് ചെയ്യാനായിട്ട് പറ്റും
എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതിപ്പോൾ എന്തായാലും പുള്ളി ഇത് കുറച്ചാകുമ്പോഴത്തേക്ക് പുള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പുള്ളി ഈ 4000 രൂപ SIP സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ പുള്ളിക്ക് നമ്മുടെ ഈ ലോണിൻ്റെ ടേംസ് ഇങ്ങനെ നോക്കിയ സമയത്ത് 2 മാസം കൂടെ അടച്ചു കഴിഞ്ഞാൽ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ആദ്യത്തെ ലോണ്, അതായത് 68,000 രൂപയുടെ ലോണ് 2 മാസം കൂടെ അടച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് തീരും. ഓക്കെ, അവിടെ നമുക്കൊരു 6,000 രൂപയും കൂടെ സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 മാസത്തെ SIP എമൗണ്ട് 4,000, 4,000, 8,000 രൂപ പുള്ളിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 6,000 രൂപ അങ്ങോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ 8,000 ഈ 6,000 കൂടെ ചേർത്ത് 14,000 രൂപ പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും നോക്കി 14,000 രൂപയുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ലോൺ അടച്ച് പോകാമെന്നായിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ രാമുവിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 14,000 രൂപ 3 മാസത്തേക്ക് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ എത്രയായി 14,000 × 3 42,000 രൂപ രാമുവിൻ്റെ കയ്യിലുണ്ട്. പിന്നെ അദ്ദേഹം നേരത്തെ എടുത്ത ലോണിനകത്ത് ഒരു കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നുണ്ട്, ഏതാണ്ട് ഒരു 8,000 രൂപ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 42ഉം ഈ ഒരു 8,000 കൂടെ ചേർത്ത് മൊത്തം 50,000 രൂപ പുള്ളിയുടെ കയ്യിൽ കോർപ്പസ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ആ പൈസ പുള്ളി എന്തിനാണെന്നറിയോ, അതൊരു FDയിൽ ഇട്ട് വയ്ക്കുക. എന്തിനാണെന്നറിയോ, അതൊരു എമർജൻസി ഫണ്ടാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക്, അതായത് ഇനി ഒരു മാർഗ്ഗമില്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ആ പൈസ എടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു FDയിൽ ഈ 50,000 രൂപ അങ്ങോട്ട് ഇട്ട് വയ്ക്കുക. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് 50,000 രൂപയുടെ FD അവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 മാസത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ആദ്യത്തെ ആ ഒരു പേഴ്സണൽ ലോൺ അങ്ങോട്ട് ക്ലോസ് ആവുകയും ചെയ്തു, 50,000 രൂപ FD ഉണ്ട്. ഇനി പുള്ളിയുടെ കയ്യിൽ ബാക്കിയുള്ളത് 4 ലോണാണ്. ഈ 4 ലോണാണ് പുള്ളിക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഈ 4 ലോണിൻ്റെ കാര്യം പറയുമ്പോൾ 33,500 രൂപ എമൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 3,000 രൂപ പെട്രോൾ ചാർജും ചേർത്ത് മൊത്തം 36,500 രൂപയാണ് പുള്ളിക്ക് ഇനി ഓരോ മാസവും പുള്ളിയുടെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 36,500 ഈ നമ്മുടെ നെറ്റ് സാലറിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വെറും 8,500 രൂപയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്ററായി. നേരത്തെ -1,500 കിടക്കുമായിരുന്നു, അത് മാറിയിട്ട് ഇപ്പോൾ ഒരു 8,500 രൂപ കയ്യിൽ മിച്ചം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി എന്താ രാമു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 8,500 രൂപ ഒരു 5 മാസത്തേക്ക് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു 42,500 രൂപ വരും. ഈ പൈസ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് ലോൺ പുള്ളി ഐഫോണിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നല്ലോ, അപ്പോൾ ഈ 50,000 രൂപയായിരുന്നു അത്. ഇപ്പോൾ ആ ഒരു എമൗണ്ടിൻ്റെ ബാക്കിയുള്ളത് 42,500 രൂപയാണ് പുള്ളിക്ക് ആ ലോൺ ക്ലോസ് ചെയ്യാനുള്ള എമൗണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 മാസം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 5 മാസം കഴിഞ്ഞിട്ട് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു 8 മാസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതായത് 2 പേഴ്സണൽ ലോൺ ക്ലോസ് ആയി, മൊത്തം 5 ലോണായിരുന്നു, അതിൽ നിന്ന് 2 ലോൺ ക്ലോസ് ആയി, 50,000 രൂപ പുള്ളിയുടെ കയ്യിൽ ഇപ്പം FD ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനി റിമൈനിങ് 3 ലോണാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 31,000 രൂപയുണ്ട്. അപ്പോൾ ഈ 31,000 രൂപയുടെ 3,000 രൂപ പെട്രോൾ ചാർജ് ചേർത്ത് 34,000 രൂപ മാസം കട്ടായി പോകുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഓക്കെ, ഈ 8 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ 34,000 മാറ്റി കഴിഞ്ഞാൽ പിന്നെ രാമുവിൻ്റെ കയ്യിൽ ഉള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 രൂപയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ 11,000 രൂപ നിൽക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് ഒരു ലോട്ടറി അടിച്ചു. ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇൻക്രിമെൻറ്റ്, ഇയർലി ഇൻക്രിമെൻറ്റ് ഉണ്ടല്ലോ, ഇൻക്രിമെൻറ്റ് കിട്ടി. ഒരു 4,000 രൂപയും കൂടെ എക്സ്ട്രാ ഈ 11,000-ൻ്റെ, അതായത് റിമൈനിങ് ഉള്ള 11,000-ൻ്റെ കൂട്ടത്തിൽ കയറി. അങ്ങനെ മൊത്തം 15,000 രൂപ പുള്ളിക്ക് കിട്ടി. ഓക്കെ, അതായത് ഈ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് 15,000 രൂപ ഇപ്പോൾ മാസം കയ്യിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ 15,000 രൂപ എന്ത് ചെയ്യണം, അത് പുള്ളി ഒരു 3 മാസത്തേക്ക് കൂടെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെക്കുമ്പോൾ മൊത്തം പുള്ളിയുടെ കയ്യിൽ 45,000 രൂപ ഉണ്ട്. ഓക്കെ, ഇനി പുള്ളി എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മുടെ 65,000 രൂപയുടെ പേഴ്സണൽ ലോൺ ഇല്ലേ, ആ ഒരു ലോണിലേക്ക്, അതാണ് നമ്മുടെ അവസാനത്തെ പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ലോണ് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിമൈനിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം കൊണ്ട് 45,000 രൂപ മാത്രമാണ്. അപ്പോൾ നമ്മുടെ 45,000 രൂപ വരികയും ചെയ്തു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു പേഴ്സണൽ ലോണും അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 11 മാസം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് അന്ന് ആ ഒരു സമയത്ത് രാമുവിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പുള്ളി 11 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 3 പേഴ്സണൽ ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ 50,000 രൂപ പുള്ളിയുടെ കയ്യിൽ FD ഇപ്പോഴും ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പുള്ളി അത്യാവശ്യം സേഫ് അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി 2 ലോണാണ്, ഒന്ന് ഹോം ലോണും ഒന്ന് കാർ ലോണും. അപ്പോൾ ഇവിടെ ഇനി അങ്ങോട്ട് രാമുവിന് നമ്മൾ ഓപ്ഷൻ കൊടുക്കുവാണ്. അതായത് രാമുവിന് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാർ ലോൺ ക്ലോസ് ചെയ്യാം. അതായത് ഇപ്പോൾ റിമൈനിങ് ആയിട്ട് 50,000-നകത്ത് ഇപ്പോൾ മൊത്തം 50,000 രൂപയാണ് നെറ്റ് വന്നേക്കുന്നത്. നമുക്ക് 45,000, 5,000 രൂപ എക്സ്ട്രാ വന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ആ 25,000 രൂപ നമുക്ക് ഇപ്പോൾ കയ്യിൽ കിട്ടും. ഈ ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ 25,000 രൂപ കിട്ടും. അത് സേവ് ചെയ്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ ലോൺ അടയ്ക്കാം. പക്ഷേ അതൊരു ലോങ് ഡ്യൂറേഷനിലുള്ള ലോണാണ്. പിന്നെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കുറവാണ്. രാമുവിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് തീർക്കാം കേട്ടോ, അത് രാമുവിൻ്റെ ഇഷ്ടമാണ്. എങ്ങനെ പോയാലും ഒരു 1-2 വർഷം സേവ് ചെയ്യേണ്ടതായിട്ട് വരും.
പക്ഷേ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ലോൺ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ 2 ലോണിനും ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, ലോങ് ടേമിലാണ്. അപ്പം രാമു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു EMI ഉണ്ടല്ലോ, ആ ഒരു EMI ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും എക്സ്ട്രാ ഒരു EMI കൂടെ അടയ്ക്കുക. ഇപ്പോൾ ഹോം ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവസാനത്തെ മാസം ആകുമ്പോഴത്തേക്കും ഒരു 15,000 രൂപയും കൂടെ ഒരു എക്സ്ട്രാ EMI കൂടെ അങ്ങോട്ട് പേ ചെയ്യുക. അതുപോലെ തന്നെ ഈ EMIയുടെ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMIയുടെ 10% കൂടെ എക്സ്ട്രാ അടയ്ക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 15,000 രൂപയാണ് പുള്ളിക്കാരൻ്റെ ഹോം ലോണിൻ്റെ EMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവസാന മാസം ആകുമ്പോൾ ഈ 15,000 രൂപ എക്സ്ട്രായും അടയ്ക്കണം. അതുപോലെ തന്നെ 15,000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 1,500 രൂപ EMI ഇൻക്രീസ് ചെയ്ത് ഓരോ വർഷവും കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യണം. പിടികിട്ടിയോ? യെസ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്നറിയോ, ഇപ്പോൾ 20 വർഷമാണ് പുള്ളിയുടെ ഹോം ലോൺ എന്നുണ്ടെങ്കിൽ പുള്ളി 10 വർഷം കൊണ്ട് പുള്ളിക്ക് ആ ഒരു ലോൺ അടച്ചു തീർക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ 20 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ഒരു വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അറിയാലോ, ഹോം ലോണിൻ്റെയൊക്കെ ഒരു ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശതമാനം പുള്ളിക്ക് ഈ ഒരു 10 വർഷം കൊണ്ട് അടച്ചു തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ലോങ് ടേം ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ, കാലാവധി കൂടുതലായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് അതിൽ നിന്നും അങ്ങനെ മോചിതനായിട്ട് പറ്റും. വലിയൊരു ബേർഡൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് രാമുവിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കണ്ടേ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴേ ഒരുപാട് പൈസ നമ്മൾ എടുക്കുന്നില്ല. ഇപ്പോൾ ഓൾറെഡി രാമുവിന് 10% ഇയർലി EMI ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു വർഷം എക്സ്ട്രാ EMI അടയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്തൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള 25,000 കൂടെ ഒരു 5,000 രൂപ എക്സ്ട്രാ വരും. ഇപ്പോൾ ഒരു 30,000 രൂപയാവും. പിന്നെ റിമൈനിങ് ഉള്ളത് 20,000 രൂപ മാത്രമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ രാമുവിന് 3,000 രൂപ പെട്രോൾ അടിക്കണം. പിന്നെ ഒരു 7,000 രൂപ പുള്ളി വീട്ടിൽ കൊടുക്കാനായിട്ട് തുടങ്ങണം. അതുപോലെ തന്നെ പുള്ളിയുടെ ട്രിപ്പ്, അതുപോലെ സിനിമ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു 5,000 രൂപ വേണം. അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വെറും ഒരു എത്ര പറയുക, ഒരു 6,000 രൂപ മാത്രമാണ് നമ്മൾ പുള്ളിയെ കൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അതും ഒരു 10% ആനുവലി സ്റ്റെപ്പ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ പുള്ളിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമുക്ക് നോക്കാം. ഈ 6,000 രൂപയെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 6,000 രൂപയ്ക്കകത്ത് 3,000 രൂപ നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാർജ് ക്യാപ്പാണ്, ഒരു 13% എന്തായാലും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത 2,000 രൂപ നമ്മളൊരു മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ആനുവൽ ഒരു 15% റിട്ടേൺസ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത SIP എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1,000 രൂപ നമ്മൾ സ്മാൾ ക്യാപ്പിലേക്ക് ഇടുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ആനുവൽ ഒരു 18% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അതിനും കിട്ടും. ഓക്കെ, അങ്ങനെ 6,000 രൂപ മാസം നമ്മൾ SIP ആയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പും കൂടെയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പുള്ളിയുടെ റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് ഈ പൈസ എങ്ങനെ ഒരു എമൗണ്ട് ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ്. നമ്മൾ എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ 10 വർഷം എത്ര രൂപ കിട്ടും, അത് കഴിഞ്ഞ് 20 വർഷം എത്ര കിട്ടും, അത് കഴിഞ്ഞ് പുള്ളി അത് കഴിഞ്ഞ് 27 വർഷം, അതായത് ഇപ്പോൾ ഉള്ള വയസ്സിൽ നിന്ന് 27 വയസ്സോട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര, അതാണ് പുള്ളിയുടെ റിട്ടയർമെൻറ്റ് ആയിട്ട് നമ്മൾ കൂട്ടുന്നത്. ആ സമയത്ത് നമുക്ക് എത്ര കിട്ടും? 27ാമത്തെ ആ ഒരു വർഷം, റിട്ടയർമെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ലാർജ് ക്യാപ്പിൽ 13% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അത് നിഫ്റ്റി 50 ആണ്. അപ്പോൾ അത് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് 3,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത്. 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 10.6 ലക്ഷമായിട്ട് മാറും. 20 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 66.5 ലക്ഷം രൂപയായിട്ട് മാറും. ഇനി റിട്ടയർമെൻറ്റ് ടൈം, അതായത് 27 വർഷം കഴിയുമ്പോഴത്തേക്കും 2 കോടി രൂപയായിട്ടാണ് ആ ഒരു എമൗണ്ട്, 3,000 രൂപ വെച്ച് മാസം ഇട്ട എമൗണ്ട് മാറാനായിട്ട് പോകുന്നത്. റിട്ടയർമെൻറ്റ് ടൈമിൽ 2 കോടി രൂപ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെക്സി ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 15% റിട്ടേൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 7.9 ലക്ഷമായിട്ട് മാറും. 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 55.7 ലക്ഷം രൂപയായിട്ട് മാറും. പിന്നെ റിട്ടയർമെൻറ്റ് ടൈം, അതായത് 27 വർഷം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 1.8 കോടി രൂപയായിട്ട് മാറും എന്നുള്ളതാണ്. അവിടെ നമ്മൾ 2,000 രൂപയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത് മാസം. ഓക്കെ, ഇനി അത് ഇത് സ്മാൾ ക്യാപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ വെറും 1,000 രൂപ വെച്ചിട്ടാണ് മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് 4.7 ലക്ഷം രൂപയായിട്ട് മാറും. അതുപോലെ 20 വർഷം കഴിയുമ്പോൾ അത് 40 ലക്ഷം രൂപയായിട്ട് മാറും. അത് കഴിഞ്ഞ് 27 വർഷം, അതായത് റിട്ടയർമെൻറ്റ് ടൈം ആകുമ്പോഴത്തേക്കും 1.5 കോടി രൂപയായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ എമൗണ്ട്, റിട്ടയർമെൻറ്റ് ടൈമിലേക്ക് ടോട്ടൽ എമൗണ്ട് നോക്കുമ്പോഴത്തേക്കും രാമുവിൻ്റെ കയ്യിൽ വരാനായിട്ട് പോകുന്നു, ഇപ്പോൾ ഈ മാനസികാവസ്ഥ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ രാമുവിൻ്റെ കാര്യം നോക്കുമ്പോൾ വരാൻ പോകുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5.37 കോടി രൂപയാണ്. നല്ല ചോദിക്കുക, 5 കോടി രൂപയായിട്ട് പുള്ളിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും ഈ ഒരു ചെറിയ എമൗണ്ട് കൊണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ രാമുവിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു, ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് പുള്ളി നമ്മൾ പുറത്തേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതുപോലെ വലിയ പ്രശ്നങ്ങളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് സമയം എടുത്ത് എന്തായാലും ലോൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും
സമയമെടുത്തേ നമുക്ക് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് തീർത്തിട്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ രാമുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു 6000 രൂപ അതിൻ്റെ സ്റ്റെപ്പ് അപ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങോട്ട് മുമ്പോട്ട് പോകും തോറും പുള്ളിയുടെ സാലറി കൂടി വരും എന്നുള്ളത് ഉറപ്പാണ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ വേറൊരാളുടെ കഥ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. അടുത്ത വീഡിയോ കാണാം.